പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ സ്കാനറായ DS-530 എന്ന സ്കാനറിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം DS-530 ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. താഴെ അതിൻ്റെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കാണുന്ന DS-530 ഡ്രൈവർ എന്ന് കാണുന്നത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ കുറേ റിസൾട്ട് വരുന്നതാണ്. അതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും DS-530 സപ്പോർട്ട് ചെയ്യാനാണ്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സൈറ്റിലേക്ക് നേരെ പോകുന്നതാണ്. സൈറ്റ് ഓപ്പണായി വന്ന് അവിടെ ആദ്യം ചെയ്യാതെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വിൻഡോസിൻ്റെ വെർഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ വിൻഡോസിൻ്റെ വെർഷൻ ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൻ്റെ വിൻഡോസ് 10 64 ബിറ്റ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്താണ്ട് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡായി വരുന്നതാണ്. റീലോഡായി വന്ന താഴോട്ട് പോരുക. അവിടെ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ കുറേ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് കാണാൻ സാധിക്കുമല്ലോ സ്കാനർ ഡ്രൈവർ ആൻഡ് എപ്സൺ സ്കാൻ ടു യൂട്ടിലിറ്റി എന്നുള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ ഫയലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ താഴെ കാണുന്ന ഡ്രൈവേഴ്സ് ആൻഡ് യൂട്ടിലിറ്റീസ് കോംബോ പാക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിലും ഈ ഒരു പാക്കേജ് വരുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ ഡ്രൈവേഴ്സാണ് പരിചയപ്പെടുത്തുന്നത്. ജസ്റ്റ് അത് ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ ഡൗൺലോഡിംഗ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിലോട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ് എക്സ്ട്രാക്റ്റിങ്ങിന് ശേഷം. അപ്പോൾ ഇത് ജസ്റ്റ് ഓണായി വരുന്നത്. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ അക്സെപ്റ്റ് എന്ന് ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതിനോടുകൂടി ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഫിനിഷ് എന്നുള്ള മെസ്സേജ് വരും. അത് ജസ്റ്റ് ടിക്ക് ഓക്കെ നോക്കുക. അതിൻ്റെ മുകളിലുള്ള ഓട്ടോ അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ടിക്ക് ഓഫ് ആക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് എപ്സൺ സ്കാൻ 2 എന്നുള്ള ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിൻഡോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയൽസ് കാണാൻ സാധിക്കും. അതിൽ ഞാൻ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ എപ്സൻ്റെ ഫോൾഡർ കാണാൻ സാധിക്കും. അവിടെ ഉണ്ടാകും എപ്സൺ സ്കാൻ 2 എന്നത് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സെലക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. ഇനി ഇത് ഓണായി വരുന്ന സമയത്ത് എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താണ്ട് ട്രൈ ചെയ്താൽ മതി. ആ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഞാൻ ഈ താഴെ കാണുന്ന പ്രിവ്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്തു. അതൊരു സ്കാനിങ് നടന്നിട്ട് നമുക്കിവിടെ പ്രിവ്യൂ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.